നമ്മളെപ്പോഴും വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ഇരിപ്പല്ലേ, എന്ന് വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ടെൻഷൻ അടിച്ചും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ജീവിതം ആസ്വദിക്കാൻ ഇതുപോലൊന്ന് ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നും ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഒക്കെ നമ്മുടെ ജീവിതം വിടുമ്പോൾ നമുക്ക് ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഒന്ന് ആസ്വദിക്കാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പോവാം. അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്ര ചെയ്തു. ഇന്ന് പള്ളിയിൽ പോകണമായിരുന്നു. അവിടെ പോയതിന് ശേഷം നേരെ മലങ്കര ഡാം കാണാൻ പോയതാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല വെള്ളച്ചാട്ടവും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും വെള്ളം നല്ല രസമാണ് അവിടെ കാണാനൊക്കെ. ആദ്യം ഞങ്ങളിവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് പലയിടത്ത് സ്ഥലങ്ങളിൽ കയറി എല്ലായിടവും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ അവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി പോകാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ. ഇപ്പം അവിടെ ചെറിയ ചാർജൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു താഴെ നിന്നാണ് ഈ ഒരു വീഡിയോ വെള്ളച്ചാട്ടത്തിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. ഇച്ചിരി നടന്നാൽ മതി. ആദ്യമൊക്കെ പോകുമ്പോൾ നല്ലപോലെ കാണാൻ രണ്ടിടത്തും വലിയ ഗേറ്റൊക്കെ ഇട്ട് നല്ലപോലെ ആയിരുന്നു നമുക്ക് കയറി കാണാം. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും എല്ലാം അടച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം നമുക്കങ്ങനെ കയറാനൊന്നും പറ്റിയില്ല. കുറച്ച് ഭാഗം വരെ ഞങ്ങളെല്ലാം വന്ന് പോയപ്പോൾ അവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ടോ. അത് കണ്ടി നല്ല രസമുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം കാണാൻ കുറച്ച് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് എല്ലായിടും ഒന്ന് കറങ്ങി തിരിച്ച് ഞങ്ങൾ നേരെ ഇവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒറ്റ ദിവസം യാത്രയായിരുന്നു. ചെറിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ടു മടങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ മതി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നമുക്ക് ഇച്ചിരിയൊക്കെ സന്തോഷിക്കാൻ. എന്നും നമ്മൾ ഈ വിടയ്ക്കാത്തിന് ജോലി കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ നോക്കി ടെൻഷനും ഒക്കെ അടിച്ച് ഒരു സന്തോഷമൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഇതുപോലെ മക്കളും ഒക്കെ കൈപിടിച്ച് അങ്ങ് പോകണം. കുറേ ദൂരം അങ്ങ് പോകണം. അത്രയ്ക്ക് നല്ല രസമാണ്. വല്ലപ്പോഴും ഒക്കെ പോയാൽ മതി, എന്നും പോകേണ്ട കാര്യമില്ല. വല്ലപ്പോഴും ഒക്കെ ഇതുപോലൊക്കെ ഇറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനും ഒരു ഹാപ്പി ആയിരിക്കും. നമ്മുടെ മനസ്സും ഒന്ന് റിലാക്സ് ആകും. നമുക്ക് നല്ലൊരു വൈബായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വീട്ടുകളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ മനസ്സിന് നമ്മുടെ കണ്ണ് നല്ല കുളിർമയാകും. നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് കണ്ട് നമുക്ക് വരാം. 1-2 ദിവസം ഒന്നും ഇങ്ങനെ പോകണമെന്നില്ല, ഒറ്റ ദിവസം പോയാൽ അതായിരിക്കണം നമുക്ക് എന്നും മറക്കാനാവാത്ത കാര്യങ്ങളായിരിക്കും ഇതെല്ലാം അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഡാമിൻ്റെ അവിടെ എല്ലാം ഞങ്ങൾ പോയതിന് ശേഷം നമ്മളവിടുത്തെ ആ പാർക്കിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഊഞ്ഞാലാടുകയും വലിയൊരു മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രായമുള്ള അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വരുന്നതാണ്, ഒരു ഇതിന് വേണ്ടി വരുന്നതാണ്. നല്ല കാറ്റും അതുപോലെ നല്ല പാട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ആ ചെറിയ ട്രിപ്പ് അടിപൊളിയാക്കി കേട്ടോ. ഞങ്ങളിങ്ങനെ ഇതെല്ലാം കണ്ട് നടന്നു. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. ചെറിയ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും. നമുക്ക് അത്രയ്ക്കൊരു സന്തോഷം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അത്ര നല്ലൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി ഉല്ലസിച്ചൊക്കെ നടന്നിട്ട് വരും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും പരാതിയും പരിഭവങ്ങളും നമ്മളെ ആദ്യം ഇതും പറയുന്ന ആൾക്കാരും കുറ്റപ്പെടുത്താനുള്ള ആൾക്കാരെ നമുക്ക് കാണത്തുള്ളൂ. നമ്മളെ ഒരു വശത്ത് നിന്ന് തളർത്താനുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ചുറ്റും കാണത്തുള്ളൂ. ചിലർ മാത്രമേ നമ്മൾ ചേർത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും തളർന്ന് പോകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് തന്നെ പോവുക. എന്നാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അതോർത്ത് നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ജീവിതം നമ്മൾ തന്നെയായിട്ട് കളയും. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിച്ച് കൂട്ടാതെ ഇങ്ങനെയൊക്കെ ചെറിയ യാത്രയൊക്കെ ചെയ്ത് മനസ്സൊക്കെ ശാന്തമാക്കി സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ.